ഗൈസ്, നമ്മൾ ഇനി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് ആ പ്രാർത്ഥന: താങ്ക് യു മാനേജ്മെന്റ് ഫോർ ദി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. കാരണം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ ക്ലബില്ല, ഫാൻസ് ഇല്ല, ഫാൻ ഗ്രൂപ്പുകളില്ല, യൂട്യൂബർമാരില്ല, വേറെ ആരും ഇല്ല, മാധ്യമപ്രവർത്തകരില്ല, ഈ കേരളം തന്നെ ഇല്ല. കാരണം അവർക്ക് ആദ്യം തന്നെ ഒരു വലിയ ഇത് കൊടുക്കണമല്ലോ. അപ്പം ഒരു പ്രാർത്ഥനാ ഗീതത്തോടു കൂടി തുടങ്ങാം. താങ്ക് യു മാനേജ്മെൻറ്റ്. എത്ര പറഞ്ഞാലും കൊണ്ട് കൊതി തീരുന്നില്ല. എനിവേ, അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പതിപ്പ് നമ്മുടെ നിഖിലണ്ണനും അഭിക്കണ്ണനും ഒക്കെ പറയുന്നതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പതിപ്പ് ഒരു പ്രമുഖ ജേർണലിസ്റ്റ്, ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ പറയുകയുണ്ടായി. പുള്ളിയുടെ പേര് പറയാനോ ഒന്നും ഞാൻ മുതിരുന്നില്ല, കാരണം എൻ്റെ ആവശ്യമില്ല. ഇനി എൻഗേജ്മെൻറ്റ് കിട്ടാനാണ് ഇത് ചെയ്തതെന്നുള്ളത് അറിയത്തില്ല. എനിവേ, ഐ ഡോണ്ട് തിങ്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ലവ് ദെയർ ക്ലബ് ബിക്കോസ് ടു ബി എ ഫാൻ മീൻസ് ടു സപ്പോർട്ട് ദി ടീം ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന് പറയുന്ന വളരെ മഹത്തമായ ചില വചനങ്ങളാണ് മൊഴിഞ്ഞിരിക്കുന്നത്. ഇനി ഒരു വീഡിയോയും പങ്കുവച്ചിരുന്നു. എനിവേ, ഈ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യുന്നവർ എത്രത്തോളം സെൻസ്ലെസ് ആൻഡ് ബേസ്ലെസ് ആയിട്ടുള്ള കമൻസുകളാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ചിരി വരും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഇപ്പം ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗോ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഈ പറയുന്നത് പോലെ ഒരു അനാലിസിസ് ടൈപ്പ് വീഡിയോസോ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളോ അങ്ങനെയൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടോ? അതായത് ഇപ്പം ഒരു പൊതുവികാരം എന്താണ് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ വരുമായിരിക്കും. ഞാനിത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു വിഷയത്തെ പറ്റിയിട്ടുള്ള ധാരണ കൃത്യമായിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കാം. മിണ്ടിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ചുമ്മാ, കാരണം ഇതേപോലത്തുള്ള നെറേറ്റീവ്സ് കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ നിഖിലണ്ണൻ ഒരു ഫാബിൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു എന്ന് പറയും. ഞാൻ കണ്ടില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കണ്ടപ്പോൾ തന്നെ ഇത് കാണാനുള്ള ടോളറൻസ് ഉണ്ടായില്ല. അങ്ങനെ കാണുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. അതായത് പ്രത്യേക ന്യായങ്ങളാണ്. അതായത് ഫാൻസിൻ്റെ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല, ഇത്രയും ഫാൻസ് ഉള്ളതുകൊണ്ട് എന്ന് പറയുന്നൊരു ന്യായം പറയുന്നതായിട്ടും കേട്ടു. അതിനോടൊപ്പം തന്നെ ഫാൻസ് വന്നു കഴിഞ്ഞാലേ നമുക്ക് സപ്പോർട്ടുള്ളൂ എന്ന് പറയുന്നത് കേട്ടു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അതുമായിട്ടൊക്കെ ഇത് കണക്ട് ചെയ്യണം കേട്ടോ. ഇനി ഈ ഒരു വിഷയത്തിലേക്ക് വരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബേസ്ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറയാനുള്ള കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തോൽവി വന്നപ്പോഴാണോ, തുടർച്ചയായിട്ടുള്ള 4 തോൽവി വന്നപ്പോഴാണോ, ആ വീഡിയോയ്ക്കകത്തൊക്കെ അത് പറയുന്നത് കേട്ടു, തുടർച്ചയായിട്ടുള്ള 4 തോൽവി വന്നു, അവർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് കിട്ടിയേനെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോൽവിയല്ല ആരാധകരെ സ്റ്റേഡിയത്തിൽ നിന്ന് അകറ്റിയിട്ടുള്ളൊരു ഫാക്ടർ, ഈ മാനേജ്മെൻറ്റിൻ്റെ വൃത്തികെട്ട നിലപാടാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, 3ാമത്തെ സീസണിന് ശേഷം എത്രയോ ബാക്ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴൊക്കെ അത്യാവശ്യം സ്റ്റേഡിയത്തിൽ ആളുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എപ്പോൾ മുതലാണ് ഈ ഒരു രീതിയിലേക്ക് പോയത്? നമ്മളെ മാനേജ്മെൻറ്റ് ഈ ഒരു ടീമിനോട് യാതൊരു വിധത്തിലുള്ള വിഷനോ പാഷനോ ഒന്നുമില്ല. അവരെന്തൊക്കെയോ പറയുന്നു, അവർ യൂത്ത് ഡെവലപ്മെൻ്റ് ആണെന്ന് പറയുന്നു, പക്ഷേ ആ യൂത്ത് ഡെവലപ്മെൻറ്റ് നടത്തിക്കൊണ്ടുവരുന്ന പ്ലേയേഴ്സിനെ വിറ്റ് കളയുന്നു, അല്ലെങ്കിൽ നല്ല താരങ്ങളെ നിലനിർത്താൻ പറ്റുന്നില്ല, കോർ ടീം എപ്പോഴും അഴിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് നമുക്ക് ബേസിക്കലി റിസൾട്ട് ഉണ്ടാകാനത്. ഞാനിത് 7 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. അതായത് ഏത് സാഹചര്യത്തിലും നമ്മളുടെ ക്ലബിനെ സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ നിലവിലത്തെ സെനാരിയോ അതല്ല. നമുക്ക് തോൽവി ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളെ ഒരാൾ പറ്റിക്കപ്പെടുകയാണ് എന്ന് പറയുന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരാളുമായിട്ടൊരു അൺകണ്ടീഷണലായിട്ടുള്ളൊരു ലവ് ഉണ്ട് എന്ന് വിചാരിക്കുക. ലവ് അൺകണ്ടീഷണലാണ്, പക്ഷേ ആ സിറ്റുവേഷൻസിൽ അവർ ചില മിസ്റ്റേക്സ് വരുത്തുന്നു, അത് കാരണം നമുക്ക് വേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്ന, ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ പറയും. പിന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ചിലപ്പം ഈ കാര്യങ്ങളൊക്കെ സോൾവ് ആയില്ലെങ്കിൽ പിന്നെ ആ വഴിക്ക് പോകുന്ന സിറ്റുവേഷൻസും ഉണ്ടാകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ താങ്ങികളായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളും ഒക്കെ ചെയ്യുന്നത് എന്താണ്? ആളുകളുടെ അഭിപ്രായങ്ങൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക. മാനേജ്മെൻറ്റിൻ്റെ അഭിപ്രായം എന്താണോ അതാണ് ഞങ്ങളുടെ അഭിപ്രായം, താങ്ക് യു മാനേജ്മെൻറ്റ്. ഇതാണ് ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ രൂപപ്പെടുക, അഭിപ്രായങ്ങളുണ്ടെങ്കിലേ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിലേ ബെറ്ററായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് എല്ലാ കാലവും എങ്ങനെയാണ് ഓരോരുത്തരെ പറ്റിച്ചിങ്ങനെ ജീവിക്കുന്നത്, അത് ഒരിക്കലും നടക്കത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒഴിഞ്ഞ ഗ്യാലറികൾ. കാരണം എല്ലാ കാലവും
ആരെയും പറ്റിക്കാൻ പറ്റില്ല, അത് മനസ്സിലാക്കുക. പിന്നെ ഈ താങ്ങി നടക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ ക്ലബ്ബ് എന്നെങ്കിലും ഒന്ന് നല്ല വിധത്തിലാകണമെന്ന് ആഗ്രഹിക്കുക. ഇവർ ക്ലബ്ബ് വിൽക്കാൻ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ പൂട്ടാൻ പോകുന്നു, ഇതൊക്കെ കേട്ട് വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ടെങ്കിൽ അത് ഈ താങ്ങികൾ മാത്രമായിരിക്കും. അതല്ലാണ്ട് ആരും ഇത് വിശ്വസിക്കുന്നില്ല. പിന്നെ ഇതേപോലത്തെ ചില അറിയാത്ത ആളുകളുണ്ട്, അറിവില്ലാന്ന് നടിക്കുന്ന ചില ആളുകളുണ്ട്, ഈ ജേർണലിസ്റ്റുകളായിട്ടുള്ള അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും ആളുകളെ പറ്റിക്കാൻ നോക്കുന്നത്. പലരും ചോദിക്കും, നമ്മളിപ്പോൾ ഇങ്ങനത്തെ പ്രതിഷേധങ്ങൾ ഉണ്ടാകണം അല്ലെങ്കിൽ മാഗ്നം ഔട്ട് വിളിക്കുമ്പോൾ മാനേജ്മെൻറ്റിനെതിരെ സംസാരിക്കുമ്പോൾ എങ്ങാനും 2 കളി വിജയിച്ചാൽ എന്ത് ചെയ്യും? ഇത് എനിക്ക് ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയല്ലോ, 1-2 വർഷം മുതലേ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ സീസണിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ സീസൺ കളി തുടങ്ങി കഴിഞ്ഞിട്ട് ആ ചോദ്യം ഒഴിവായി, കാരണം സീസൺ ഇടപെടലായല്ലോ. ഈ സീസണിൻ്റെ തുടക്കത്തിലും അത് ചോദിച്ചിരുന്നു. ഇപ്പം ആ ചോദ്യം ആരും ചോദിക്കുന്നില്ല. ഇനിയിപ്പം 2 കളി ജയിക്കുമ്പോഴത്തേക്കും ചില ആളുകൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. കുഴപ്പമില്ല. പക്ഷേ ഈ വിജയമോ പരാജയമോ ഒന്നും അല്ല നമ്മൾ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ടീമിൻ്റെ ഇൻറ്റൻറ്റ് എന്താണ്, നമുക്ക് ചാമ്പ്യൻഷിപ്പ് മെൻറ്റാലിറ്റി ഉണ്ടോ, അതുവരെ ഇത് തുടരണം. അത് ഇനിയിപ്പോൾ 1-2 വിജയം നേടിയിട്ട് അല്ലെങ്കിൽ ഫിയാഗോ കപ്പ് നേടിയിട്ട് അതിൻ്റെ സെലിബ്രേഷൻ എങ്ങാണ്ടാണെന്ന് തോന്നിയിരുന്നു, ഞാനിന്ന് എവിടെയോ കണ്ടിരുന്നു. അപ്പം അതൊക്കെ അല്ല നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അതിനേക്കാൾ അത്രയോ വലുതാണ്. ഏഷ്യയിലെ 1 ഓഫ് ദി ടോപ്പ് ക്ലബ്ബാണ്. പക്ഷേ അവരെ ഇങ്ങനെ ഇട്ട് വലിപ്പിച്ച് കൊണ്ടുപോകുന്ന കുറേ മാനേജ്മെൻറ്റ്. അതുകൊണ്ടാണ് വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനെ പുട്ടിയടിക്കാൻ ആര് വരുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ മാനേജ്മെൻറ്റിൻ്റെ ഉഡായിപ്പുകൾ ഒന്നും ഒരു കാലത്തും വില പോവില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ സീസണിൽ നമ്മളുടെ ഫാൻ ഗ്രൂപ്പുകളൊക്കെ ഒരു പ്രതിഷേധമൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. പക്ഷേ അതൊക്കെ എന്താ പറയുക, ഒരു ചീറ്റിപ്പോയ സൈസ് പ്രതിഷേധങ്ങളായിരുന്നു എന്നുള്ളതാണ്. കാരണം അതിന് മാനേജ്മെൻറ്റ് സമ്മതിക്കുന്നില്ല, FSDയിൽ സമ്മതിക്കുന്നില്ല. ഇത്തവണ എന്താണ് അത് തുടരാൻ? അപ്പം ഈ വിജയോ തോൽവിയൊക്കെയാണോ ഇവരുടെ ലക്ഷ്യം, അതോ മാനേജ്മെൻറ്റിൻ്റെ മനോഭാവമാണോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തിനാണ് ഇത്ര വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി ഈ കാര്യങ്ങളിലൊക്കെ എടുക്കുന്നത്? അതാണ് നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നം. മറ്റ് പല ക്ലബ്ബുകളുടെയും അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ഒരു മോശപ്പെട്ട രീതിയിലാകാൻ പോയത് നമ്മളും ഈ പറഞ്ഞൊരു മീഡിയോക്കർ ലെവലിലേക്കുള്ളൊരു ചിന്തകളിലേക്കൊക്കെ പോയതാണ്, അല്ലെങ്കിൽ ചിന്തകളിലേക്ക് അടിച്ചേൽപ്പിച്ചതാണ്. ഇനി അത് നടക്കില്ല. അത് നടത്താനാണെങ്കിൽ ഇവന്മാരെ ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് ശക്തമായുള്ള തോതിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ഏറ്റവും പറയാനുള്ളത് മഞ്ഞപ്പട അടക്കമുള്ള ഫാൻ ഗ്രൂപ്പുകളോടാണ്. അത് ചെയ്തില്ലെങ്കിൽ അല്ലാണ്ട് ഇങ്ങനെ ടിക്കറ്റ് സെയിൽസ് നടത്തുന്നതാണോ, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഈസ്റ്റ് ഗാലറിയിൽ അവിടെ ഫക്ക് ഓഫ് റഫറിയോ ഫക്ക് ഓഫ് ഏതെങ്കിലും ടീമിനെ വിളിക്കുന്നതാണോ നമുക്ക് വേണ്ടത്? അതോ നമുക്ക് നമ്മളുടെ ടീമിനെ ഒരു ചാമ്പ്യൻ ടീമായി, നമ്മുടെ ഇന്ത്യയുടെ 1 ഓഫ് ദി ബെസ്റ്റ് ടീമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ലെവലിൽ വരുന്നത് നമുക്കും ആഗ്രഹമില്ല ട്രോഫി അടിക്കാനും AFC ലെവലിലൊക്കെ കളിക്കുന്ന കാണാനും ഒക്കെ. അതല്ലാണ്ട് ഇവന്മാരുടെ ഓരോ വർഷത്തെ ന്യായീകരണം കേട്ട് അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി പ്ലീസ് അതൊന്ന് നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇത് ചെയ്യുക. അല്ലാണ്ട് ഈ നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാണ്, കാരണം ഇത്രയും കൊല്ലങ്ങൾ ഈ ക്ലബിന് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ഇവർ തരുന്ന ഈ ഒരു റെസ്പോൺസസും അല്ലെങ്കിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡും ഇത് കണ്ടിട്ട് എങ്ങനെ ഇനിയും ഇതിനെ ഇങ്ങനെ പിടിച്ചു നിന്ന് താങ്ങാനായിട്ട് പറ്റുന്നു? ഇതിൻ്റെ ചില ആളുകളൊക്കെ ഉണ്ട്, അവർക്ക് താങ്ങാതിരിക്കാൻ പറ്റില്ല. വേറെ ചില ആളുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവരുടെ ഓരോ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചൊറിഞ്ഞു വരും. കാരണം അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അവരാണ് കൂടുതലും ചില ആളുകൾക്ക് ഈ നെറേറ്റീവ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പം അവർക്ക് താങ്ങിക്കഴിഞ്ഞാലേ പല രീതിയിലുള്ള ഉപയോഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരപ്പോൾ അവിടെ ഇരുന്ന് താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കാൻ ആളില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർ പരിപാടി നിർത്തിക്കോളും. നമുക്ക് നമ്മുടെ ക്ലബ്ബാണ് വലുത്. അല്ലാണ്ട് നമുക്ക് ഇവരിൽ നിന്ന് കിട്ടുന്ന ഫാൻ എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് എന്താ പറയുക ഡിസ്കൗണ്ട് കിട്ടുന്നതെന്നോ അല്ലെങ്കിൽ ബൾക്കായിട്ട് കിട്ടുന്നതെന്നോ ഫ്ലാഗ് കിട്ടുന്നതെന്നോ ഒരു ഇതൊന്നുമല്ല. നമുക്ക് എൻഡ് ഓഫ് ദ ഡേ റിസൾട്ടാണ്. നമുക്ക് ആ ഒരു തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ ആ കളി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻ്റാണ്. അത് തന്നെയാണ് ഏറ്റവും വലുത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് സൈനിങ് ഓഫ്.